സുഹൃത്തുക്കളെ, മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ആ ആത്മഹത്യ, അത് ഒരു സ്ത്രീ കാരണമായിട്ടാണെങ്കിൽ നമ്മൾ എല്ലാവരും കരുതിയിരിക്കേണ്ടതുണ്ട്. ഇന്ന് സ്ത്രീകളെന്നല്ല, ഓരോ യൂട്യൂബർമാർ വന്നുകൊണ്ട് ഓരോരുത്തരെ രഹസ്യം ഒപ്പിയെടുക്കാനും എന്നതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ച് കണ്ട് അത് യൂട്യൂബിലിട്ട് വൈറലാകാനൊക്കെ ശ്രമിക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ, ഒരു ജീവിതത്തെ വെച്ചാണ് കളിക്കുന്നത് എന്നോരോരുത്തർ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കാനാണെങ്കിൽ, നിങ്ങൾക്ക് ഇത്രക്കും ദാരിദ്ര്യമാണെങ്കിൽ കക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ള നിലക്ക് എന്തെങ്കിലും കട്ടെടുക്കാനോ അല്ലെങ്കിൽ യാചിക്കാനെങ്കിലും പോയിക്കൂടെ. ഈ എല്ലാവരും ഒരുപോലെ ആയിക്കോണമെന്നില്ല. സമൂഹത്തിൽ നിലം വിലയുള്ള ആളുകൾ അവരെ അപമാനിക്കുമ്പോൾ ഇത് എല്ലാ യൂട്യൂബർമാർക്കും ഒരു പാഠമാണ്. ചില സ്ത്രീകൾ എന്ത് ചെയ്യാറുണ്ട്, വീഡിയോയിൽ വന്ന് പ്രത്യക്ഷപ്പെടുമ്പം അവർക്കെതിരെ കർശനമായി വിമർശിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിനൊന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അതിന് അവർ ചെയ്യുന്നവർ ഓരോരുത്തർ അവരാൽ ചെയ്യുന്നത് ചെയ്തോട്ടെ നിൽക്കല്ലാതെ അവരെ കുറ്റം കുറവും നമ്മളിങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടാൽ എല്ലാവർക്കും ഇത് താങ്ങിക്കൊള്ളണമെന്നില്ല. സമൂഹത്തിൽ നിലയും വിലയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും, അത് വളരെ അപമാനമായിട്ട് തോന്നി അവർ ജീവൻ വരെ ഒടുക്കാൻ സാധ്യതയാകും എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഇവരൊന്നും വെറുതെ വിടാൻ പാടില്ല. അത് എത്ര വലിയ കുടുംബത്തിൽപ്പെട്ട ആളുകളായിട്ട് സമ്പത്ത് കൊടുത്തുകൊണ്ട്, സ്വത്ത് കൊടുത്തുകൊണ്ട്, പൈസ കൊടുത്തുകൊണ്ട് ഇറക്കി കൊണ്ടതിൻ്റെ പരിപാടിയല്ലതൊന്നും. ഇത്തരം ആളുകളെ പിടിച്ച് കൈകാര്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ഓരോ പൗരൻ്റെയും ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ കരച്ചിൽ, ആ അമ്മൻ്റെ കരച്ചിൽ, എൻ്റെ മുത്തേ എന്ന് ചോദിച്ചിട്ട് ഉള്ള കരച്ചിൽ ആരെയാണ് കണ്ണീർ അണിയിപ്പിക്കാത്തത്? ഈ സ്ത്രീയൊക്കെ ഒരു മനുഷ്യനാണോ? അവളെ നഗ്നഭാഗം മറ്റുള്ളവരെ അടുത്ത് കൊണ്ടേ പ്രദർശിപ്പിച്ചിട്ട്, അതല്ല മുസ്ലിം എന്നാണ് പറയുന്നത്, മുസ്ലിമീങ്ങൾ പുറത്തിറങ്ങുമ്പോഴുള്ള നിബന്ധന എന്താണ്? അതുമാത്രമല്ല, നാട്ടിൽ അറിയപ്പെട്ട ഒരു നേതാവൊക്കെയായി വളർന്ന ആളാണ് ഇവളൊക്കെ ഇനി പുറം ലോകം കാണരുത്, ആ നിലക്ക് ശിക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. ഇത് എല്ലാവർക്കും ഒരു മാതൃകയാകണം. ഇനി ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാമെന്ന് മാത്രം. ഓരോ വേലിയരുവിലും ഇപ്പം ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന് വിൽക്കുന്ന ഇത് കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അനുഭവിക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാകുക. അപ്പോൾ ഓരോരുത്തരും ഇതിൽ ജാഗരൂകരാകണം. അവനവൻ്റെ നാട്ടിലുള്ള ലഹരി ഉപയോഗം